ഈ സ്ത്രീ ഭക്ഷണം കൊണ്ടുപോകുന്നത് മുകളിലത്തെ നിലയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് കൊടുക്കാനാണ്. ഇവളെ അന്വേഷിച്ചാണ് തൊട്ടടുത്ത ബിൽഡിംഗിൽ നായകൻ വന്നിരിക്കുന്നത്. പക്ഷെ അവളെ കാണുന്നില്ല. ആ പെൺകുട്ടി പതിയെ എഴുന്നേറ്റ് വിൻഡോയുടെ അടുത്ത് വന്നിരുന്നു. അവളെ നായകൻ കാണുന്നു. പെട്ടെന്ന് കുറെ ആളുകൾ വന്ന് അവളെ എടുത്തുകൊണ്ടു പോകുന്നു. കാറിൽ കയറ്റി കൊണ്ടുപോകും. നായകൻ പുറകെ കാറിൽ ചേസ് ചെയ്യുന്നു. പെട്ടെന്ന് മുൻപിൽ വില്ലൻ വന്ന് നായകന്റെ കാറിനെ ഷോട്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. നായകൻ കാർ പുറകിലേക്ക് എടുക്കുന്നു. അപ്പോൾ പോലീസുകാരും എത്തുന്നു. ഷൂട്ട് ചെയ്യുന്നു. വില്ലൻ വരുന്നു. വില്ലൻ ബോംബിട്ട് പോലീസുകാരുടെ കാർ തകർക്കുന്നു. ആ പെൺകുട്ടിയെ ഓർഗൻ ട്രാഫിക്കിങ്ങിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. നായകന്റെ കാർ പോലീസ് കാറുമായി കൂട്ടിയിടിച്ച് കുറെ കാറുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നു. വില്ലനെ പോലീസുകാർ ഷൂട്ട് ചെയ്യുന്നു. നായകൻ കാറിൽ നിന്നിറങ്ങി ഓടുന്നു. വില്ലൻ ബോംബെടുത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്ന പോലീസുകാർക്ക് നേരെ എറിയുന്നു. നായകൻ ഓടി പെൺകുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന റൂമിലെത്തുന്നു. എല്ലാവരെയും കൊല്ലുന്നു. അവളെ രക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. താൻ രക്ഷിച്ച അനാഥയായ പെൺകുട്ടിയെ നായകൻ മകളെ പോലെ വളർത്തുന്നു. അവൾക്ക് ഡ്രസ്സും പാവകളും വാങ്ങിക്കൊടുക്കുന്നു. അവൾ പക്ഷെ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഡോക്ടറെ കൊണ്ട് അവളെ ചെക്കപ്പ് ചെയ്യിക്കുന്നു. ഡോക്ടർ പറയുന്നു അവൾ പേടിച്ചിരിക്കുകയാണ്, പതിയെ ശരിയായിക്കൊള്ളൂ. നായകൻ അവളോട് പറയുന്നു, ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കും, ദൂരെ ഒരു സ്ഥലത്ത് പോയി നമുക്ക് ജീവിക്കാം. ആ പെൺകുട്ടി അവനെ കെട്ടിപ്പിടിക്കുന്നു. അവർക്ക് പോകുവാനുള്ള പാസ്പോർട്ടും ടിക്കറ്റും വാങ്ങി വരുമ്പോൾ നായകനെ കുറെ ആളുകൾ ആക്രമിക്കുന്നു. അവരെയൊക്കെ അയാൾ ഇടിച്ചിടുന്നു. കുറെ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു. മുകളിലേക്ക് കയറും തോറും കൂടുതൽ ആളുകൾ നായകനെ ആക്രമിക്കുന്നു. അവരെയൊക്കെ കീഴടക്കി തന്റെ മുറി തുറക്കുമ്പോൾ അവിടെ വില്ലൻ ഇരിക്കുന്നു. നായകൻ തന്റെ മകളെ വെറുതെ വിടണമെന്ന് പറയുന്നു. വില്ലൻ പറയുന്നു, അവളെ കൊന്ന് ഞാൻ പെട്ടിയിൽ അടച്ചെന്നു. നായകനെ അവർ അടിച്ച് ബോധം കെടുത്തുന്നു. നായകനെ വില്ലന്മാർ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. അവന്റെ ഫ്രണ്ടായ ഒരു ട്രാൻസ്ജെൻഡർ അവരുടെ കാറിനെ തന്റെ കാർ കൊണ്ട് ഇടിപ്പിക്കുന്നു. അതിൽ നിന്ന് നായകനെ രക്ഷിക്കുന്നു. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി തന്റെ മകളെ കൊണ്ടുപോകുന്ന വില്ലന്റെ കാറിന്റെ പുറകെ ഓടുന്നു. പല വഴികളിലൂടെ ഓടി വില്ലന്റെ കാറിന്റെ മുൻപിലെത്തുന്നു. നായകൻ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ടും വില്ലൻ കാർ നായകന്റെ നേരെ ഓടിക്കുന്നു. അവൻ കാർ അടുത്തെത്തുമ്പോൾ ജമ്പ് ചെയ്ത് കാറിനകത്തെത്തുന്നു. കാർ ഒരു കടയിൽ ഇടിച്ചു കയറുന്നു. വില്ലൻ നായകനെ കുത്തുന്നു. അവൻ പതിയെ ഒരു ബോംബെടുത്ത് കാറിന്റെ സൈഡിലേക്ക് ഇടുന്നു. ബോംബ് പൊട്ടി കാർ മറിയുന്നു. നായകൻ തന്റെ മകളെ പെട്ടി തുറന്ന് നോക്കുന്നു. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. നേരത്തെ കണ്ട ട്രാൻസ്ജെൻഡർ ആയ സ്ത്രീ വന്ന് മകളെ എടുത്ത് കൊണ്ടുപോകുന്നു. വില്ലൻ പുറകിൽ നിന്ന് വന്ന് നായകനെ കുത്തുന്നു. കുട്ടിയെയും കൊണ്ട് അവർ രക്ഷപ്പെടുന്നത് നായകൻ നോക്കുന്നു. വില്ലൻ നോക്കുമ്പോൾ ഒരു ബോംബ് പിന്നൂരി നായകന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു. നായകനും വില്ലനും മരിക്കുന്നു. പിന്നീട് നായകൻ പറഞ്ഞതുപോലെ ദൂരെ ഒരു സ്ഥലത്ത് ആ കുട്ടിയെ ട്രാൻസ്ജെൻഡർ ആയ ആ സ്ത്രീ വളർത്തുന്നു.